ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് ഈ 3 ജില്ലക്കാർക്കാണ് ഇനി വരുന്ന എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ലിസ്റ്റിൽ കയറാനായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ആ ഒരു ടിപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. മറ്റൊന്നുമല്ല, നമ്മൾ ഏതൊരു എക്സാമിനാണെങ്കിലും അല്ലെങ്കിൽ എന്തൊരു പ്രവൃത്തിയാണെങ്കിലും നമ്മൾ ചെയ്യാനായിട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് എന്ത് ചെയ്യാനായിട്ട് പറ്റും. 50% അവിടെ വെച്ച് തന്നെ നമ്മൾ വിജയിച്ചു. ബാക്കി 50 നമ്മുടെ കയ്യിൽ നിന്നും ആ ഒരു സമയത്ത് എടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നതാണ് LDC 2021 കട്ട് ഓഫ് എന്താണെന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക. ഓരോ ഉദ്യോഗാർത്ഥികളും ഓരോ എക്സാമിന് പോകുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, കഴിഞ്ഞ വർഷം നടന്ന ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കുക. അതിനുശേഷം അവിടെ വന്ന കട്ട് ഓഫ് എത്രയാണ്, എത്ര പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നത്, എത്ര പേർക്ക് അതിൻ്റെ അകത്തുനിന്ന് ജോലി കിട്ടിയിട്ടുണ്ട് എന്നതിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണയോട് കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ എക്സാമിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും അതേപോലെ തന്നെ ആ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും പറ്റും. കാരണം നിങ്ങളുടെ കൂൾ മൈൻഡിൽ നിങ്ങളിരുന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ എക്സാം എഴുതാനായിട്ട് പറ്റും. അങ്ങനെ ടെൻഷൻ ഇല്ലാതെ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും 60 മുകളിലുള്ള മാർക്ക് കഴിഞ്ഞ എക്സാമിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇനി പറയാനായിട്ട് പോകുന്നത്. പത്തനംതിട്ട ജില്ലയിൽ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് നോക്കുക. അതായത് കഴിഞ്ഞ 2021 കട്ട് ഓഫ് എന്ന് പറയുന്നത് 52 മാർക്കാണ് പത്തനംതിട്ട ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. മെയിൻ ലിസ്റ്റ് മക്കളെ വന്നിരിക്കുന്നത് 571 പേരാണ് മെയിൻ ലിസ്റ്റിൽ നിലവിൽ വന്നത്. 571 പേര്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ലാസ്റ്റ് അഡ്വൈസ് അയച്ചിരിക്കുന്നത് 5/8/2024 ലാസ്റ്റ് അഡ്വൈസ് പോയേക്കണത്. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അതിൻ്റെ അകത്ത് ടോട്ടൽ അഡ്വൈസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ അഡ്വൈസ് എത്രയാണ് 452 അഡ്വൈസ് ആണ് പോയേക്കുന്നത്. അതായത് 571 പേര് മെയിൻ ലിസ്റ്റിൽ വന്നിട്ട് 452 പേരോളം എന്ത് ചെയ്തിട്ടുണ്ട്, പത്തനംതിട്ട ജില്ലയിൽ അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് വന്നത് 5/8/2024 ഈ എന്ത് ചെയ്തിരിക്കുന്നത്, നിലവിൽ അഡ്വൈസ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നമുക്ക് നോക്കാം. അതായത് എന്താണ്, തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ ജില്ലയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അതായത് 55.33 തൃശ്ശൂർ ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. തൃശ്ശൂർ ജില്ലയുടെ കട്ട് ഓഫ് 55.33. മെയിൻ ലിസ്റ്റിൽ 1038 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. 1038 പേര്. ഓക്കെ, അതിൻ്റെ അകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 646 പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ അഡ്വൈസ് അയച്ചിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് അഡ്വൈസ് അയച്ച എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 23/7/2024 ലാസ്റ്റ് അഡ്വൈസ് വയ്ക്കുന്നത് നിലവിൽ തൃശ്ശൂർ ജില്ലയിൽ. അപ്പോൾ 55 മാർക്കാണ് എന്ത് ചെയ്തിട്ടുള്ളൂ, തൃശ്ശൂർ ജില്ലയുടെ കട്ട് ഓഫ് വന്നിട്ടുള്ളൂ. നമുക്ക് അടുത്ത് നോക്കാം കാസർഗോഡ്. കാസർഗോഡാണെങ്കിൽ 51.33 എന്ത്, കാസർഗോഡ് ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. മെയിൻ ലിസ്റ്റിൽ 530 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നേക്കണം. 530 പേര്, 51.33. ഓക്കെ, ഇനി അതിൻ്റെ നിലവിലത്തെ ടോട്ടൽ അഡ്വൈസ് നോക്കിക്കഴിഞ്ഞാൽ 253 പേർക്കാണ് എന്ത് ചെയ്തേക്കണത്, ടോട്ടൽ അഡ്വൈസ് അയച്ചേക്കണത് 253 പേർക്ക്. ലാസ്റ്റ് അഡ്വൈസ് പോയേക്കണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12/8/2024 ലാസ്റ്റ് അഡ്വൈസ്. അപ്പോൾ എല്ലാം എന്താണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അഡ്വൈസ് പോയേക്കണതും അതേപോലെ തന്നെ കട്ട് ഓഫും നമ്മൾ നോക്കി. ഓക്കെ, ഈ കട്ട് ഓഫിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതായത് പ്രിലിംസും മെയിൻസും ഉള്ളൊരു എക്സാം ആണെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടില്ല, ഏകദേശം ഒരു 60 താഴെ വരുന്ന കട്ട് ഓഫിലേക്കാണ് ഇവിടെ നിന്നിട്ടുള്ളൂ. ഓക്കെ, അത്രയാണ് നിലവിൽ കട്ട് ഓഫ് വന്നിട്ടുള്ളൂ. ഞാൻ ഒരിക്കലും കട്ട് ഓഫ് കടക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്കൊരു ജോലി കിട്ടണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കട്ട് ഓഫ് മറികടന്നിട്ട് യാതൊരു കാര്യവുമില്ല. നമുക്ക് എന്ത് വേണം, കട്ട് ഓഫിനേക്കാൾ കൂടുതലായിട്ടൊരു മാർക്കിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പത്തനംതിട്ട ജില്ലക്കാർക്ക് 52 ആയിരുന്നു എന്ത് പറയുന്നത്, കട്ട് ഓഫ് എന്ന് പറയുന്നത്. 571 പേര് മെയിൻ ലിസ്റ്റിൽ വന്നു. ഓക്കെ, ഇതിൻ്റെ അകത്ത് മക്കളെ ഞാൻ ഇനി അടുത്തൊരു എക്സാം, അതായത് ഈ വരുന്ന എക്സാം നിങ്ങൾ എഴുതാനായിട്ട് പോകുമ്പോൾ അതിൻ്റെ അകത്ത് എത്ര മാർക്ക് കൂടി കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റും. ആക്ച്വലി നിങ്ങൾ ഈ ഒരു എക്സാമിന് 52 മാർക്കായിരുന്നു ഇതിൻ്റെ കട്ട് ഓഫ് 2021. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാം എഴുതുമ്പോൾ ഇതിനേക്കാളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ലേ, ഒരു 20 മാർക്ക് കൂടുതൽ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്കായി,
72 മാർക്കാണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, അതായത് അന്നത്തെ 1ാം റാങ്കിന്റെ മാർക്കാണ് നിങ്ങൾക്ക് വരുന്നത്. 1ാം റാങ്കിന്റെ മാർക്കാണ് പത്തനംതിട്ടയിൽ നിങ്ങൾക്ക് അപ്പോൾ വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 72 മാർക്ക്. ഓക്കെ, 72 മാർക്ക് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ 20 മാർക്കാണ് നിങ്ങൾ കൂടുതൽ വാങ്ങിയത്. അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? 72 മാർക്കാണ് നിങ്ങൾക്ക് നിലവിൽ എന്ത് കിട്ടിയിരിക്കുന്നത്? ഈ എക്സാമിന് കിട്ടിയിരിക്കുന്നത്. മക്കളെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര മാർക്കിനുള്ള ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്? 28ഓളം മാർക്ക് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്തേക്കണത്? ഈ 72 മാർക്കിലേക്ക് എത്തിയേക്കണേ. മക്കളെ, ആ 72 മാർക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ 1ാം റാങ്ക് ആണെങ്കിൽ ഈ പ്രാവശ്യം നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ആദ്യത്തെ 300 റാങ്കിലെങ്കിലും നിങ്ങൾക്ക് വരാനായിട്ട് പറ്റും. നിങ്ങൾ എന്ത് ചെയ്തിരിക്കും? ഈ പറയുന്ന 452 എന്ന് പറയുന്ന കാറ്റഗറിയിൽ കിടക്കുന്ന ആളായിരിക്കും നിങ്ങൾ എന്ന് പറയുന്നത്. അതായത് നിലവിൽ അഡ്വൈസ് വന്ന് ജോലിക്ക് കയറാനായിട്ട് അല്ലെങ്കിൽ ജോലി കയറിയ ആളുകളാണ് ഈ പറയുന്ന ആളുകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് പിന്നെ നിങ്ങൾ ഈ 100 മാർക്കിന് വേണ്ടിയിട്ട് വിഷമിച്ച് കഷ്ടപ്പെട്ട് ടെൻഷൻ അടിച്ച് പണ്ടാരടങ്ങി ആ എക്സാം ഹോളിൽ വെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആ ജോലി നിങ്ങൾ എന്നേക്കുമായിട്ട് നിർത്തി, അല്ലെങ്കിൽ അത് എന്നേക്കുമായിട്ട് തകർത്ത് തരിപ്പണമാക്കി കളയുന്നത് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണിത്. കാരണം എല്ലാവരും എക്സാം ടഫാണ്, ഭയങ്കര പ്രശ്നമാണ്, ഹൈ പ്രഷറാണ്, അതേപോലെ തന്നെ എന്താണ് ഇത്രയും ചോദ്യങ്ങൾ വന്നു, ഇതെല്ലാം നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് നിങ്ങളെ ടെൻഷൻ അടിപ്പിച്ച് നിങ്ങൾക്ക് കൊണ്ട് എന്താണ് ഓരോ പ്രാവശ്യവും നിങ്ങൾ എന്താണ് ഓരോ എക്സാം കഴിയുമ്പോഴും നിങ്ങൾ കൂടുതൽ ഡിപ്രഷനിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. അതായത് 52 മാർക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ്. അതിൽ നിന്നും 20 മാർക്ക് കൂടിയ ആള്, ഏകദേശം 75-ന് താഴെ നിൽക്കുന്ന അല്ലെങ്കിൽ 75 മാർക്ക് കിട്ടിയ ആള് 1ാം റാങ്കിൽ വന്ന് അയാൾ ജോലിക്ക് കയറി. അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ 20 മാർക്ക് വാങ്ങുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ വരാൻ പറ്റത്തില്ല? തീർച്ചയായിട്ടും മക്കളെ, നിങ്ങൾ ഉറപ്പായിട്ട് ഏത് റാങ്കിൽ വന്നിരിക്കും? ആദ്യത്തെ 100, 200 റാങ്കുകൾ നിങ്ങൾ വരും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ജോലി 2025 തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർവീസിലേക്ക് കയറാനായിട്ട് പറ്റും. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുള്ളൂ. ഓക്കെ, അതായത് നമുക്ക് ഭയങ്കര ടഫായിട്ടുള്ള എക്സാമുകളിൽ നമുക്ക് എന്താണ് ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന നമ്മുടെ പത്തനംതിട്ടയിലെ പ്രിയ ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ എന്ത് ചെയ്യുക? നമുക്കൊരു ടാർഗറ്റ് വയ്ക്കുക. അതായത് ഞാൻ ഈ ഒരു എക്സാമിൽ എനിക്ക് 100 മാർക്ക് വേണ്ട, എനിക്ക് എത്ര മാർക്ക് വേണ്ട? 80 മാർക്കും എനിക്ക് വേണ്ട. എനിക്ക് എത്ര മാർക്ക് മതി? എനിക്കൊരു 70 to 75 മാർക്ക് മതി എന്നുള്ള ഒരു തീരുമാനത്തിൽ നിങ്ങൾ പോവുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നിങ്ങൾ ഫുൾ കോൺഫിഡൻ്റ് ആണ്. കാരണം എന്തുകൊണ്ടാണ്? 30 മാർക്ക് എന്ന് പറയുന്നത് എവിടെന്നെങ്കിലും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? 30 എണ്ണത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്കിപ്പ് ചെയ്ത് കളഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു സെറ്റിൽ നിങ്ങൾക്ക് ഇരുന്ന് ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. ഞാനിത് പറയുന്നത് 1ാം റാങ്കിലേക്ക് വേണ്ടി നോക്കുന്ന ആളുകളുടെ കാര്യമല്ല. നിങ്ങൾക്ക് അതായത് ഒരു ലിസ്റ്റിൽ വന്ന് ജോലി കിട്ടാനായിട്ടുള്ള മാർക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, നിങ്ങൾക്കൊരു ജോലി എന്നുള്ളതാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ഉറപ്പായിട്ടും അത് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ലെവലിൽ നിങ്ങൾ തിങ്ക് ചെയ്താൽ നമുക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, ഇനി തൃശ്ശൂരുകാർ നോക്കുക, 55.33. നമുക്ക് നോക്കിയേ, നിലവിൽ അഡ്വൈസ് വായിക്കുന്നത് 646 പേർക്കാണ്. ഓക്കെ, ഇതിൽ നിന്നും ഒരു 20 മാർക്ക് നമ്മൾ എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യുക? ഈ പ്രാവശ്യം കിട്ടുകയാണെങ്കിൽ 75 മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥിക്ക് തീർച്ചയായിട്ടും ആദ്യത്തെ 100 റാങ്കിൽ വരാൻ പറ്റത്തില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഈ പറയുന്ന 1ാം റാങ്ക് നിങ്ങൾ കഴിഞ്ഞ എക്സാമുകളിലെ നിങ്ങൾ ഈ പറയുന്ന നമ്മുടെ തൃശ്ശൂരാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ പത്തനംതിട്ട ആണെങ്കിലും അതേപോലെ തന്നെ എന്താണ് കാസർഗോഡ് ആണെങ്കിലും ആർക്കെങ്കിലും 80 മാർക്ക് മുകളിലേക്ക് വന്നേക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അതായത് സ്പോർട്സ് വെയിറ്റേജും അതേപോലെ തന്നെ ബാക്കിയുള്ള മാർക്കുകളൊന്നും കൂട്ടാതെ എഴുതി ഈ പറയുന്ന 80 മുകളിലേക്ക് ആരും തന്നെ വന്നിട്ടില്ല. ഓക്കെ, ഇനി അത് വന്നാലും നമുക്ക് വലിയ പ്രശ്നമുള്ളതല്ല. 1, 2, 3 വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രം, കൂടിപ്പോയ ഒരു 15, 20 അല്ലെങ്കിൽ വേണ്ട 50 പേരായിക്കോട്ടെ. അപ്പോഴും നമുക്ക് എന്തുണ്ട്? ഇത്രയും വേക്കൻസീസ് അവിടെ ഓൾറെഡി ഉണ്ട്. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന ലിസ്റ്റിലേക്ക് നമുക്ക് വന്നാൽ മതി. അപ്പൊ അതിനും മാത്രം വലിയൊരു വിഷയം അവിടെ വരുന്നുണ്ടോ? ഒരു കാരണവശാലും വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് നമുക്ക് ഓരോ ജില്ലയിലും ഇപ്പൊ ഈ 53 എന്ന് പറയുന്ന മാക്സിമം ഒരു 65 to 75 നിൽക്കുന്ന ആൾക്കാരെല്ലാവരും സേഫ് സോണിലാണ്. നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ലിസ്റ്റ് അവസാനിക്കുന്നതിന് മുമ്പ് ജോലി കിട്ടും. അതേപോലെ നിങ്ങൾ നോക്കിക്കോ, തൃശ്ശൂർ 55.33,
പ്ലസ് ഒരു 15-20 മാർക്ക് എന്ത് ചെയ്യുക കൂടുതൽ വാങ്ങുക. ഏകദേശം ഒരു 70-75 മാർക്കിൽ നിൽക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ജോലി കിട്ടും. അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ജോലി കിട്ടാതെ പോകില്ല. ഇവിടെയും അങ്ങനെ തന്നെയാണ്. 70-75 എന്ന് പറയുന്ന ഒരു മാർക്കിലേക്ക് നിങ്ങൾ നിൽക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും, ആ ലിസ്റ്റ് ക്യാൻസൽ ആവുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ആ ലിസ്റ്റിന്റെ ആദ്യത്തെ അഡ്വൈസ് കഴിഞ്ഞ് പിന്നെ വരുന്ന അഡ്വൈസിന്റെ കൂടെ തന്നെയെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ജോലിക്ക് കയറാനായിട്ട് പറ്റും. ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും വേണ്ട. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു എക്സാമിന് വാങ്ങേണ്ട മാർക്ക് എത്രയാണെന്നുള്ളതൊന്ന് ടാർഗറ്റ് ചെയ്യുക. ആ മാർക്കിലേക്ക് വേണ്ടിയാണ് ഞാൻ ഈ എക്സാം എഴുതേണ്ടത്, അല്ലാതെ 100 മാർക്കല്ല എനിക്ക് വേണ്ടത് എന്നുള്ളത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു മിഷനിലേക്ക് നമ്മൾ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര മാർക്ക് മതി? അതായത് 70-75. മക്കളെ സത്യമായിട്ടാണ് ഈ പറയുന്നത്, 70-75 മാർക്ക് കിട്ടുന്ന ആളുകൾക്കെല്ലാം ജോലി എന്ത് ചെയ്തിരിക്കും, കിട്ടിയിരിക്കും. ഇനി ഈ നിങ്ങൾക്കറിയാം, ഓരോ നമ്മൾ എക്സാം അനലൈസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ താഴത്തെ കമന്റ് ബോക്സിൽ സാറേ 85 കിട്ടിക്കഴിഞ്ഞാൽ ജോലി കിട്ടുമോ, സാറേ 92 മാർക്ക് ഉണ്ട് ജോലി കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചുമ്മാ പറയണതാ. സത്യമാണ് ഈ പറയണത്. ഓക്കെ, അതായത് അതേപോലെ തന്നെ എന്താണ്, സാറേ എനിക്ക് 89 മാർക്ക് ഉണ്ട് ജോലി കിട്ടാൻ വല്ല ചാൻസ് ഉണ്ടോ. അതായത് ഇത്രയും അങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ മാർക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 50-ൽ താഴെ ചിലപ്പോൾ 25 മാർക്ക് തേക്കാൻ പറ്റാത്ത ആളുകളായിരിക്കും ഈ 90 കിട്ടിക്കഴിഞ്ഞാൽ സാറേ ജോലി കിട്ടുമെന്ന് ചോദിക്കുന്നത്. മാക്സിമം അതിൻ്റെ അകത്തിരിക്കുന്ന, അതായത് നിലവിൽ കട്ട് ഓഫ് മാർക്കിലേക്ക് എത്തി നിൽക്കുന്ന ആളുകളെ ഏതൊക്കെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ടെൻഷൻ അടിപ്പിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് വെറുതെ ഇടുന്നതാണ് എന്ത്, ഈ പറയുന്ന 85 കിട്ടിയാൽ ജോലി കിട്ടുമോ, 95 കിട്ടിയാൽ ജോലി കിട്ടുമോ, 96 ഉണ്ട് സാറേ ജോലി കിട്ടാൻ വല്ല ചാൻസും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് വെറുതെ ചോദിക്കുന്നതാണ്. അങ്ങനെയുള്ള മാർക്ക് കിട്ടിയിട്ടൊന്നുമല്ല, വെറുതെ ഉള്ള ആളുകളെ എത്രത്തോളം എന്ത് ചെയ്യാം, ടെൻഷനിലേക്ക് കൊണ്ടുപോകാമോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും അത് കിട്ടിയ മാർക്കൊന്നുമല്ല. അപ്പൊ അതൊന്നും ആലോചിച്ച് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ അപ്രോച്ച് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമ്മുടെ ഒരു സെറ്റിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതായത് മക്കളെ നിങ്ങൾ നോക്കിക്കോ, ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ ഏകദേശം ഒരു 35 അല്ലെങ്കിൽ ഒരു പകുതിയോളം വരുന്ന സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ മനസ്സിലാക്കുക, എക്സാം നമുക്ക് എന്താണ് പെർഫോം ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, അങ്ങനെ ഒരു ടൈം ഉള്ളപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിലേക്കാണ് ആദ്യം കിടക്കേണ്ടത്. അതായത് ഒരു 50 മാർക്ക് 35-50 മാർക്കിലേക്ക് വരുന്ന സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളുടെ ഒരു കടന്നാക്രമണം അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, ജി കെയിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യരുത്. കാരണം ജി കെ സേഫ് അല്ല, ഒരിക്കലും സേഫ് അല്ല, 100% ഗ്യാരണ്ടി ആണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ചോദ്യം എടുത്ത് അതിന്റെ ഉത്തരത്തിലേക്ക് എത്തുമ്പോഴേക്കും എന്ത് ചെയ്യേണ്ടി വരും, ഏകദേശം നമുക്കൊരു 2 മിനിറ്റിന് മുകളിലേക്ക് എന്ത് ചെയ്യും, സമയം അവിടെ പോകും. അതേപോലെ തന്നെ ഓരോ സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ വായിക്കുമ്പോഴും പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം ശരിയാവും എന്നുള്ളൊരു എന്താണ്, ഇതെല്ലാം ശരിയാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഒന്ന് ആലോചിക്കും. അതായത് ഇപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കും, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കും, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കും, നാലാമത്തെ എടുക്കും. ആൻഡ് ഇവയെല്ലാം ശരിയാണോ എന്നുള്ളത് ആദ്യം നോക്കും. അപ്പൊ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള അപ്രോച്ച് ചെയ്യാതെ നേരെ എന്ത് ചെയ്യുക, 50-ൽ കൂടുതൽ, ഇപ്പൊ ട്രിവാൻഡ്രം ലെവലിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജി കെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോകാൻ പറ്റും. പക്ഷെ കൊല്ലം, കണ്ണൂരാകുമ്പോൾ എന്ത് ചെയ്യണം, ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിലവിൽ നമുക്ക് എന്ത്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഈ കോർ സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരെണ്ണം ആൾക്കാർക്ക് എന്താണ് നിലവിൽ ഇഷ്ടമുള്ളത് ഏതെങ്കിലും ഉണ്ടാവും. ഓക്കെ, ചിലർക്ക് ഇംഗ്ലീഷ് ഭയങ്കര എളുപ്പമായിരിക്കും, ചിലർക്ക് മാത്സ് ആയിരിക്കും, ചിലർക്ക് മലയാളം ആയിരിക്കും. അപ്പം നമ്മളിത് സേഫ് സോണിലേക്ക് എത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന സബ്ജക്റ്റ് ഏതാന്ന് വെച്ചാൽ അതിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് ആണ് അറിയാമെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, മാത്സ് ആണെങ്കിൽ മാത്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, മലയാളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ആദ്യം ചെയ്യുന്ന ചോദ്യങ്ങളുടെ ഒക്കെ ഉത്തരം നമുക്ക് കോൺഫിഡൻ്റ് ആവും. എന്ത്, നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലിൽ വരുന്നില്ലെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആ ബ്രീത്തിങ് ഒക്കെ നോർമൽ ആവും. അതേപോലെ തന്നെ എന്താണ്, നമ്മളൊരു കൂൾ ഓഫ് മൈൻഡിലേക്ക് നമ്മൾ പോകും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു വൈബിലായിരിക്കും താഴത്തേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ ഹൈ ഡിപ്രഷനിൽ കയറി അറ്റാക്ക് ചെയ്യണേക്കാൾ നല്ലത് നമ്മൾ സോഫ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, അതായത് പയ്യെ നമ്മൾ അതിനെക്കുറിച്ച് വ്യക്തമായി എന്ത് ചെയ്യുക, കുറെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ കണ്ട് അത് കറക്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, താഴെ എക്സാമുകളിലേക്ക് പോവുക. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, താഴെ ചോദ്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതിനുശേഷം എന്ത് ചെയ്യുക, സി എ, കറണ്ട് അഫയേഴ്സും ജി കെയിലേക്കും പോവാം.
ചില ഉദ്യോഗാർത്ഥികളുണ്ട്. ഇനി ഇതെല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തുനിന്നും ഏതൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാനായിട്ടുള്ള പരിപാടി, അതൊന്നും ആ സമയത്ത് ആരും നോക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക, ടൈം മാനേജ്മെന്റ് കീപ്പ് ചെയ്യാനായിട്ടാണ് ഈ പറയുന്നത്. അതായത് എന്ത് ചെയ്യുക, ഫസ്റ്റ് കോർ സബ്ജക്റ്റിലേക്ക് പോവുക. സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ വരുന്നതെങ്കിൽ കോർ സബ്ജക്റ്റിലേക്ക് പോവുക. കോർ സബ്ജക്റ്റിൽ നിന്ന് എന്ത് ചെയ്യുക, നേരെ ജി കെയിലേക്ക് വന്ന് കറണ്ട് അഫയേഴ്സിലൂടെ കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരുടെയും ഏറ്റവും വലിയ മറ്റൊരു പരിപാടി എന്ന് പറയുന്നത്, അതായത് ഈ പറയുന്ന എക്സാം ഹാളിൽ തന്നെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുക, ഇനി ഇതിൻ്റെ കട്ട് ഓഫ് ഏത് ലെവലിലേക്ക് വരും എന്നുള്ളത് അവിടെ ഇരുന്ന് ചിന്തിക്കുക. ആ ഒരു ചിന്ത എന്ത് ചെയ്യുക, നിർത്തിയേക്കുക. ഓക്കെ, അപ്പം എന്താ, നമ്മൾ തന്നെ ഈ ഒരു എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ തന്നെ ടാർഗറ്റ് ചെയ്ത എന്താണ്, നമ്മുടെ ഒരു മാർക്ക് ഉണ്ട്. അതായത് ഈ പറയുന്ന 70-75 എന്ന് പറയുന്ന മാർക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സേഫ് സോണാണ്, നമുക്ക് ജോലി കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മാർക്ക് എനിക്ക് മതി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തോ, ഈ പേന എടുത്തിട്ട് എന്ത് ചെയ്തോ, നിങ്ങൾക്ക് സെല്ലോ ഗ്രിപ്പർ എന്ന് പറഞ്ഞ ഒരു പേനയുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പേനയാണ്, 10 രൂപയാണ് അതിനുള്ളൂ. അപ്പം ആ പേന എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് എത്രയാണോ എന്നുള്ളത് നമുക്ക് ഇപ്പം നമ്മൾ ടാർഗറ്റ് ചെയ്തു എത്രയാണ്, ഏകദേശം ഒരു 75 മാർക്ക് നിങ്ങൾ ബബിൾ ചെയ്ത് കഴിഞ്ഞു. 75 മാർക്കിന് മുകളിലേക്കും ബബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മതി നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട്, ഒരു ജോലിക്ക് കയറാനായിട്ടുള്ള മാർക്ക് അത് മതി. തൊട്ടപ്പുറത്ത് ഇപ്പുറത്തേക്കൊക്കെ ചിലപ്പോൾ നോക്കുമ്പോൾ ആദ്യമായിട്ടൊക്കെ ഇരുന്ന് എഴുതുന്ന എക്സാം എഴുതുന്ന ആളുകളായിരിക്കും. ചിലപ്പോൾ മൊത്തം എന്ത് ചെയ്തിട്ടുണ്ടാവും, ബബിൾ ചെയ്ത് എല്ലാം ബബിൾ ചെയ്ത് വിട്ടിട്ടുണ്ടാവും. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ടെൻഷനാവും. അയ്യോ, ഇത്രയും ആളുകൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇനി തൊട്ടടുത്തിരിക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പയ്യൻസ് ഒക്കെയാണ് അങ്ങനെ ചെയ്യണമെങ്കിൽ വിചാരിക്കും, എന്ത് ദൈവമേ ഇവൻ ഇത്രയും ചെയ്തിട്ടുണ്ടോ, എന്നിട്ട് ഞാൻ ഇത്രയാളെ ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യും, വീണ്ടും ഒന്നും കൂടെ വന്ന് ഒരു ബബ്ലിങ് നടത്തും. ആ ബബ്ലിങ് എന്തായിരിക്കും, ഈ പറയുന്ന മാർക്കിൻ്റെ അകത്ത് നിന്ന് പകുതി പോകുന്നത് ആ രണ്ടാമത്തെ ടൈമിൽ നമ്മൾ കൊടുത്ത എന്താണ്, OMR ബുക്ക്ലെറ്റിൽ ബബിൾ ചെയ്ത കാര്യങ്ങളായിരിക്കും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഈ നിങ്ങൾക്കിപ്പോൾ പറയുന്ന നമ്മുടെ ആ ഒരു കട്ട് ഓഫിലേക്ക് ഏകദേശം ഒരു 70-75 മാർക്കിന് മുകളിലേക്ക് നിങ്ങൾ ബബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, സെല്ലോ ഗ്രിപ്പറിന്റെ പേനയാണെങ്കിൽ നിങ്ങൾ നേരെ താഴത്തേക്ക് ഒറ്റ ഇടലിട്ടാൽ മതി, അതിന്റെ നിബ്ബ് കൂട്ടി അവിടെ അങ്ങ് പൊക്കോളും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ബബിൾ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ആ പേന പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല, എടുത്ത് പള്ളേ കളയാനേ പറ്റുള്ളൂ. അപ്പൊ എറിഞ്ഞ് കളഞ്ഞിന് ആരെങ്കിലും വല്ല തലയിലേക്കൊക്കെ പോയി ചാടുവോ, അല്ലെങ്കിൽ എന്താണ് അപ്പുറത്തേക്ക് എറിയുമ്പോൾ വേറെ സാർമാരെല്ലാം കണ്ടു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവും. അപ്പൊ നേരെ താഴത്തേക്ക് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്തോളും, നിബ്ബ് കൂട്ടി പിന്നെ അതിൻ്റെ അന്ന് എന്ത് ചെയ്യില്ല, നമുക്ക് ബബിൾ ചെയ്യാനായിട്ട് പറ്റില്ല. നല്ലൊരു ഓപ്ഷനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, ആ എക്സാമിൻ്റെ OMR ബുക്ക്ലെറ്റ് സേഫ് ആണ്, ഒരു പ്രശ്നമില്ലാതെ അതങ്ങ് സെറ്റ് ചെയ്തോളും. ഓക്കെ, അപ്പൊ ഇതാണ് ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നല്ലൊരു റാങ്കിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് പറ്റും മക്കളെ. കാരണം ഞാനിത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഒത്തിരി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് വെറുതെ നമ്മൾ ആ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമുക്കറിയാവുന്നത് കൂടി നമ്മൾ നശിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, ബബിൾ ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തിങ്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഹോട്ട് ടോപ്പിക്സും അതേപോലെ തന്നെ ഈ പറയുന്ന റാപ്പിഡ് റിവിഷനും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്. അതിൻ്റെ അതൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് എത്രയൊക്കെ ചോദ്യങ്ങളാണോ നിങ്ങൾക്ക്, അതായത് ഒരു എക്സാമിന് 2021-24 PSC ചോദിച്ചേക്കുന്നത്, ആ ചോദ്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നെയാണ് പോയേക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ ബോൾ ചെയ്യുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ആ റിവിഷൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ബോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ പഠിച്ച് നന്നായിട്ടിരുന്ന് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ എന്താണോ പഠിക്കുന്നത് അതിന്റെ ഔട്ട്പുട്ട് ഉറപ്പായിട്ടും ദൈവം നമുക്ക് വേണ്ടി തരും. ഓക്കെ, അപ്പൊ നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെടാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാവുക, നന്നായിട്ട് വർക്ക് ചെയ്യുക, നമുക്ക് പറ്റാവുന്ന മാക്സിമം എന്ത് ചെയ്യുക. ഇനി ഒരു എക്സാം ഇല്ല എന്ന് തന്നെ കരുതി മുന്നോട്ടേക്ക് പോവാം. മിക്കപ്പോഴും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ആദ്യത്തെ കുറച്ച് റാങ്കുകൾ ചിലപ്പോൾ കുറച്ച് പുതിയ ഉദ്യോഗാർത്ഥികൾ വന്ന് ബാക്കിയൊക്കെ ലാസ്റ്റ് ചാൻസ് ഉള്ള ആളുകളൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഇനി ഇത് മാത്രമേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു എക്സാം പോലും എഴുതാൻ പറ്റില്ല എന്ന് തന്നെ നിങ്ങളും കരുതിക്കോ. കാരണം ഇതിൻ്റെ ഒന്നും പുറകെ നടന്ന് ഒരിക്കലും എന്ത് ചെയ്യരുത്. ഒരു പരിധി വിട്ട് നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ച് എത്രയും പെട്ടെന്ന് ജോലി വാങ്ങി എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക. ഓക്കെ, അങ്ങനെ മതി. അല്ലാതെ ഒരിക്കലും ഇതിങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് പോകരുത്. പെട്ടെന്ന് ഈ LD എൻ്റെ ലാസ്റ്റ് LD ആണ്, ഇതല്ലാതെ എനിക്കിനി വേറൊരു ഓപ്ഷൻ ഇല്ല, ഇത് വാങ്ങിയില്ലെങ്കിൽ എനിക്കിനി മുന്നോട്ടേക്ക് ജീവിതമില്ല എന്ന് തന്നെ വിചാരിച്ച് മുന്നോട്ടേക്ക് പഠിക്കുക.
ഇനിയുള്ള കുറച്ച് ദിവസങ്ങളാണ്. കാരണം ഒക്ടോബറിലൊക്കെ എക്സാം വരുന്ന ആളുകൾക്ക് ഇനി ആയാലും നമ്മുടെ ഈ പറയുന്ന ഹോട്ട് ടോപ്പിക്സും റാപ്പിഡ് റിവിഷനും കംപ്ലീറ്റ് ചെയ്താൽ മതി. എന്നാൽ പറ്റുന്ന എന്ത് സഹായവും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. അതിലൊന്നും ഒരു കോംപ്രമൈസും ഞാൻ വരുത്താറില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. ഒരു ദിവസം മടി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യില്ല, പിന്നെ പഠിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഡെയിലി ക്ലാസ്, അതേപോലെ ഡെയിലി നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സ് തരുന്നത്, അതേപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് ക്വസ്റ്റ്യൻ പോൾ ചെയ്യണത്. അപ്പോൾ ഒരു സമയത്ത് പോലും എന്ത് ചെയ്യരുത്, പഠിക്കാതിരിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ അത്രത്തോളം സിൻസിയറായിട്ട് തന്നെ കണ്ട് നിങ്ങളും അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, തയ്യാറെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ കുറച്ച് ആളുകൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതായത് സാറേ നിലവിൽ സെക്രട്ടേറിയറ്റ് LGSൻ്റെ ഒക്കെ ബാച്ച് തുടങ്ങുന്ന കാര്യം, എനിക്കിത് തുടങ്ങാനായിട്ട് ആഗ്രഹമില്ലാണ്ടല്ല, പക്ഷെ നമ്മളിത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര പേര് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകണം, അല്ലെങ്കിൽ പോവും എന്നുള്ളത് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാനത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. കാരണം നമ്മളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് ഒരിക്കലും പകുതി വഴിയിൽ അത് വച്ച് നിർത്തി പിന്നെ പോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഏത് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴും അതിപ്പോൾ 1.5 മണിക്കൂറിൻ്റെ ക്ലാസ് അത് 2 മണിക്കൂർ ആകാതെ അല്ലാതെ ഒരിക്കലും അതൊരു അരമണിക്കൂറാക്കി ഞാൻ ഇന്നേ വരെ കുറച്ചിട്ടില്ല. അപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്തിട്ടുണ്ട്, സിസ്റ്റമാറ്റിക്കായിട്ട് അത് ചെയ്ത് നിങ്ങളുടെ അടുത്ത് തന്നിട്ടുമുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളും അങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ അങ്ങനെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ LGSൻ്റെ ക്ലാസ് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പക്ക നമ്മൾ എന്ത് ചെയ്യും, തീർത്ത് തന്ന് സെറ്റ് ചെയ്ത് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും വർക്കൗട്ട് ചെയ്തിട്ടാണ് നമ്മൾ നിർത്തത്തുള്ളൂ. അതേപോലെ തന്നെയാണ് സെക്രട്ടേറിയറ്റിൻ്റെ നമ്മൾ ബാച്ച് തുടങ്ങിയാലും ആദ്യം മുതൽ എന്താണോ നിങ്ങൾക്ക് പഠിക്കേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും. ഇനി എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് കോർ സബ്ജക്റ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അത് നിങ്ങൾക്ക് വേണ്ടി, കാരണം നിലവിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലൊന്നും കംപ്ലീറ്റഡ് അല്ല പല ക്ലാസ്സുകളും. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ക്ലാസ് തന്നെ എന്ന് വളരെ വലിയൊരു ആഗ്രഹമുണ്ട്. അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. ദൈവത്തിൻ്റെ ആ ഒരു ഇച്ഛ പോലെ മുന്നോട്ടേക്ക് പോട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് മക്കളെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തായാലും എക്സാമിന് വേണ്ടി പോകുന്ന ആളുകൾ ഈ പറയുന്ന 3 ജില്ലക്കാർ, അതായത് ഇനി വരാനിരിക്കുന്ന പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ്, നിങ്ങൾക്ക് വേണ്ടത് 70-75 മാർക്ക് മാത്രം മതി. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങൾ പേടിക്കേണ്ട. കാരണം അതിന് മുകളിലേക്ക് മാർക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്ന ആളുകൾക്കും കിട്ടുന്ന മാർക്ക് 60-ലും താഴെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, എനിക്ക് വേണ്ടത് 70-75 തൃശ്ശൂർ, കാസർഗോഡ്, പത്തനംതിട്ട 70-75 മാർക്ക് മതി നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട്, ജോലി കിട്ടാനായിട്ട്. 1ാം റാങ്കിലേക്കല്ല കേട്ടോ, 1ാം റാങ്കിലേക്കുള്ളവർ നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലിൽ പഠിച്ചോ, ഒരിക്കലും ഞാൻ അത് എന്ത് ചെയ്യാനുള്ള, ഫോളോ ചെയ്യാൻ പറയാനുള്ള. അപ്പോൾ ഈ പറയുന്ന അങ്ങനെ ഒരു ലെവലിൽ നിങ്ങൾ പോവുക. ഇനി സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ വരുന്നതെങ്കിൽ കോർ സബ്ജക്റ്റിൽ തുടങ്ങുക. കോർ സബ്ജക്റ്റിൽ നിലവിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഏതാണോ സബ്ജക്റ്റ് അതിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്താണോ നിങ്ങൾ ഉദ്ദേശിച്ച സ്കോറിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടോ, ആ സ്കോറിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ വെച്ച് തന്നെ നിങ്ങളുടെ എഴുത്ത് അവസാനിപ്പിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് എന്ത്, സെല്ലോ ഗ്രിപ്പറിന്റെ പേന വാങ്ങിക്കഴിഞ്ഞ് നിലത്തേക്ക് ഇട്ടാൽ മതി എന്നൊക്കെ. അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. എന്ത് ചെയ്താൽ മതി, നിങ്ങൾ നമ്മളെ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ പേന ഒന്ന് മാറ്റി വെച്ചാൽ മതി. ആ ഒരു മാർക്ക് മതി നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഇനിയും ഒത്തിരി വീഡിയോസുകൾ നമുക്ക് ഓരോ ജില്ലക്കാർക്കും ബാക്കിയുള്ള ജില്ലക്കാർക്കൊക്കെ വേണ്ടി ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ. നിങ്ങൾ പറയുന്നത് എന്താണോ അതാണ് ഞാൻ ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സിൽ തരുന്നത്. അത് നമ്മുടെ ടെലഗ്രാം ചാനലാണെങ്കിലും യൂട്യൂബ് ചാനലാണെങ്കിലും എന്ത് നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവും. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത്, അതാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകട്ടെ. അതേപോലെ തന്നെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.